ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ 2 ആട്ടോ. ഇന്നലെ നമ്മളൊരു സെറം ഉണ്ടാക്കി വെച്ചു. ഇന്ന് നമ്മളിനി ഒരു എണ്ണയാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ സെറവും ഓയിലും ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു റുട്ടീനായിട്ട് ഒരു ഓർഡറിൽ തന്നെ നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. ഹെയർ ഗ്രോത്തിനുള്ള ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ളതാണ്. ഒരെണ്ണം മാത്രം നമുക്ക് പുറത്തുനിന്ന് മേടിച്ചാൽ മതി. ഗ്രാമ്പു, വെളുത്തുള്ളി, റോസ്മേരിയുടെ ഇല, ഈ 3 ഐറ്റംസ് ആട്ടോ നമുക്ക് ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വേണ്ടത്. ഈ 3 എണ്ണത്തിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറയാം. കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക. എങ്ങനെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ വരുന്നതെന്നുള്ളത്. ഇല്ലാത്തവർക്ക് ഓയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണാൻ സ്കിപ്പ് ചെയ്ത് പോവാം. ഗ്രാമ്പു കൊണ്ടുള്ള ഉപയോഗങ്ങൾ പറയാട്ടോ. ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഹെയർ സ്ട്രെങ്തൻ ചെയ്യാനും ഹെയറിനൊരു സ്മൂത്ത് ആൻഡ് ഷൈനി ടെക്സ്ചർ തരാനും ഗ്രാമ്പു നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഗ്രാമ്പുവിലെ ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാനും അതുകൊണ്ടുള്ള ഇച്ചിനെസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് വെളുത്തുള്ളിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഗ്രാമ്പു പോലെ തന്നെ വെളുത്തുള്ളിയും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടാതെ പേൻ ശല്യം, ഈര് ശല്യം അങ്ങനെയുള്ളതിനൊക്കെയുള്ളൊരു നാച്ചുറൽ റെമഡി ആട്ടോ വെളുത്തുള്ളി. വെളുത്തുള്ളിയിലുള്ള ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഹെയർ ലോസ് കൺട്രോൾ ചെയ്യാനും സ്കാൽപ്പിന് വരുന്ന ഇൻഫെക്ഷൻസ് കുറയ്ക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റോസ്മേരിയുടെ ബെനിഫിറ്റ്സ് ആട്ടോ ഇനി പറയാൻ പോകുന്നത്. റോസ്മേരി ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഹെയറിൻ്റെ തിക്നെസ് കൂട്ടാനും പിന്നെ ഹെയറിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ളൊരു pH ഉണ്ട്, ആ pH മെയിൻറ്റെയിൻ ചെയ്യാനും റോസ്മേരി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെയർ ഗ്രോത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാട്ടോ നമ്മൾ ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഓയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗ്രാമ്പുവും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. പൊടിച്ചല്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഞാനിവിടെ ഏറെക്കുറെ ഒരു 10 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാട്ടോ എടുത്തേക്കുന്നത്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചതും 7-8 അല്ലി വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ റോസ്മേരി, ഇത്രയാട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്ക് നിർത്താട്ടോ. മാക്സിമം ഒരു 20 മിനിറ്റ് വരെ വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എണ്ണയൊന്ന് തണുത്ത് കഴിയുമ്പം നമുക്കൊരു ചില്ല് പാത്രത്തിലോട്ട് ഇത് മാറ്റാട്ടോ. ഇന്ന് നമ്മളിത് അരിച്ചെടുക്കുന്നില്ല. ഇന്ന് ഇങ്ങനെ തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് നാളെ ആട്ടോ നമ്മൾ അരിച്ചെടുക്കുന്നത്. നമ്മുടെ ഓയിൽ പ്രിപ്പറേഷൻ കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ സ്കാൽപ്പിലൊന്ന് ആവി പിടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കുറച്ച് ചൂട് വെള്ളത്തിലോട്ട് നല്ല കട്ടിയുള്ള ഒരു ടർക്കി മുക്കിയിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ആ ടർക്കി ഉപയോഗിച്ച് ഹെയർ ഫുള്ളൊന്ന് കവർ ആവുന്ന പോലെ ഒരു 2-3 മിനിറ്റ് നമ്മുടെ തലയോട്ടിക്കൊരു ചൂട് തട്ടുന്ന പോലെ വച്ചാൽ മതി കേട്ടോ. ഹെയർ കെയർ, സ്കിൻ കെയർ, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കാം.